കൊല്ലത്തെ പല ഭാഗത്തും കടൽ നല്ല പതഞ്ഞ് കിടപ്പുണ്ട്. കൊല്ലത്തല്ല, കേരളത്തിന്റെ പല തീരത്തും വേലിയേറ്റമാകുമ്പോഴത്തേക്ക് കടൽ പതയാൻ ചാൻസ്. അപ്പോൾ ഈ കടൽ പത കണ്ടിട്ട് കുറച്ച് ആളുകളെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ കപ്പൽ മറിഞ്ഞിട്ട് കണ്ടെയ്നർ എല്ലാം വെള്ളത്തിൽ പോയേക്കാണ്. അതിൽ കുറെ കണ്ടെയ്നർ പൊട്ടിയിട്ടുമാണ്. ഇനി അതിന്റെ വല്ല കെമിക്കൽ റിയാക്ഷനുമാണോ? ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേട്ടു. കടലിനെ പറ്റി കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല കേട്ടോ. ആ കിടക്കുന്ന കണ്ടെയ്നർ ഉണ്ടോ, അതിനാണ് ഒരു പോറൽ പോലും പറ്റിയിട്ട് 2-3 ദിവസം കൊണ്ട് അതവിടെ തന്നെ ഉണ്ട്. എന്നാൽ തൊട്ടടുത്ത് നമുക്ക് വേറൊരു കാഴ്ച കാണാം. കണ്ടെയ്നർ പൊട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് ബോക്സുകൾ ഇവിടെ ഒന്ന് ഒഴുകി കയറി കിടപ്പുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കാരണമെന്ന് കുറച്ച് ആളുകൾ അതങ്ങോട്ട് ഉറപ്പിച്ചു. എന്നാൽ ഇത് അതൊന്നുമല്ലെന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. നല്ല കാലവർഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ. ഏകദേശം വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇത് കാണുന്നൊരു കാഴ്ചയും തന്നെയാണ്. ഇതൊരു സ്വർഗ്ഗപുരം ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു ബീച്ചാണ് കേട്ടോ. അവിടുത്തെ മണലെല്ലാം കടൽ കൊണ്ടുപോയൊക്കെയാണ്. ഇത് നമ്മുടെ കാലവർഷം എത്തുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് കേട്ടോ. കാലവർഷം എത്തുന്നതോടുകൂടി നമ്മുടെ കരയിലുള്ള മണലെല്ലാം കടൽ കൊണ്ടുപോകും. വേലിയേറ്റത്തിന് മാത്രമേ മണൽ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. വേലി ഇറക്കാമതേ പാവം ഒരു കടലായിട്ട് തോന്നും. വേലിയേറ്റമായാലോ പിന്നെ പഴയ പോലെ തന്നെ കേട്ടോ അവസ്ഥ.